نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന നല്ലവരായ ആളുകളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അവന്റെ സ്വർഗീയാരാമങ്ങൾക്ക് അവകാശികളായി തീരുന്ന നല്ലവരിൽ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധമായ ഗ്രന്ഥത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് കേവലം പാരായണം കൊണ്ട് മാത്രം പുണ്യം നേടുവാനല്ല, മറിച്ച് അതിലെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും ആ ഗ്രഹിച്ച ആശയങ്ങളെ അല്ലാഹു തനിക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ബുദ്ധിയിലൂടെ വളരെ കൃത്യമായി ആലോചിക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് മുഖേന ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുവാനും വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ഉണർത്തിക്കഴിഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ് എന്ന് അല്ലാഹു തആല അവൻ നമ്മിലേക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ഈ ഉത്ബോധനത്തെ, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അതിലെ ആയത്തുകളെ അവർ ഉറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ് എന്ന് അല്ലാഹു വളരെ കൃത്യമായി തന്നെ ഉണർത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ ഗ്രന്ഥത്തെ ആ നിലക്ക് സമീപിക്കുമ്പോഴാണ് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അത് നമ്മെ നയിക്കുക, ദുർമാർഗങ്ങളിൽ നിന്ന് സന്മാർഗത്തിന്റെ യഥാർത്ഥമായ മേഖലകളിലേക്ക് നമ്മെ അത് നയിക്കുന്നത് അതിന്റെ കേവല പാരായണത്തിലൂടെയല്ല, മറിച്ച് അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ച് ചിന്തിച്ച് അത് ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നിലക്ക് മനുഷ്യ മനസ്സുകളിൽ വിശുദ്ധ ഖുർആനിലൂടെ ചലനം സൃഷ്ടിക്കുവാൻ വേണ്ടി വൈവിധ്യമാർന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളിലെ ആശയങ്ങളെയും സംഭവങ്ങളെയും ക്രമീകരിച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിൽ അല്ലാഹു ഉപമാരൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. മനുഷ്യ മനസ്സുകൾ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കട്ടെ എന്ന നിലക്ക് ഉപമകളിലൂടെ, സാദൃശ്യപ്പെടുത്തലുകളിലൂടെ അല്ലാഹു പല കാര്യങ്ങളെയും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു.
വേറെ ചില ഘട്ടങ്ങളിൽ സ്വർഗ നരക വിശേഷങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ധാരാളക്കണക്കിന് സംഭവങ്ങളെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും കഥകളെയും നമുക്ക് മുമ്പിൽ കൃത്യമായി തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള പരിശുദ്ധ ഖുർആനിൽ മുൻഗാമികളായ ധാരാളക്കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്? അള്ളാഹു അതിന്റെ സമാധാനം പറയുന്നുണ്ട് സൂറത്ത് ഹൂദിലെ 120-ാമത്തെ ആയത്തിൽ, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. പ്രവാചകന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിനക്ക് നാം ഇതാ കഥാകഥനം നടത്തിത്തരുന്നു. മാ നുസബ്ബിതു ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തിന് ആശ്വാസവും ധൈര്യവും ലഭിക്കുമാറുള്ള എല്ലാ സംഭവങ്ങളെയും നിനക്ക് നാം വിശദീകരിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ട്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഇതിലൂടെ അല്ലാഹു യഥാർത്ഥവും വമൗഇളത്തുൻ സദുപദേശവും വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് വലിയ ഉത്ബോധനവുമാണ് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഉണർത്തിയിരിക്കുകയാണ്. പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെയും ഒക്കെ ചരിത്രങ്ങളും കഥകളും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത് കേവലം കഥ കേട്ട് ആസ്വദിച്ചു മറന്നു കളയുക എന്ന നിലക്കല്ല, മറിച്ച് ആ മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് നല്ല ധൈര്യവും പ്രദാനം ചെയ്തുകൊണ്ട് പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളോട് ക്ഷമയും സഹനവും പാലിച്ചുകൊണ്ട് മുന്നേറുവാനുമുള്ള ധൈര്യവും മനക്കരുത്തും പ്രദാനം ചെയ്യുക എന്നതുകൂടി അള്ളാഹു അതിലൂടെ ലക്ഷ്യമാക്കുന്നു എന്നാണ് അള്ളാഹു തആല ഇതിലൂടെ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞിട്ടുള്ള സംക്ഷിപ്തമായ നിലക്കാണെങ്കിലും വിശദീകരിക്കപ്പെട്ടിട്ടുള്ള പല അധ്യായങ്ങളുടെ കൂട്ടത്തിൽ ഒരു അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദ് എന്ന് ആരംഭിക്കുന്ന അധ്യായം. സ്വാദ് സൂറത്ത് എന്നാണ് ആ സൂറത്ത് അറിയപ്പെടുന്നത്. ആ അധ്യായത്തിലൂടെ അല്ലാഹു തആല പല പ്രവാചകന്മാരുടെയും സംഭവങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവുമായിരുന്നു, അതുപോലെ തന്നെ പ്രവാചകനുമായിരുന്നു. 4 വേദഗ്രന്ഥങ്ങളാണ് ലോകത്ത് അല്ലാഹു തആല പ്രത്യേകം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വേദഗ്രന്ഥമായ സബൂർ, വആതൈനാ ദാവൂദ സബൂറാ. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വആതൈനാ, നാം നൽകിയിരിക്കുന്നു ദാവൂദിന് സബൂറ. സബൂർ എന്ന വേദഗ്രന്ഥം അല്ലാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിനാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ ഒരു ഗുണമായി പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലുമൊക്കെ കാണാം, വലിയ ശബ്ദമാധുരിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. വലിയ നല്ല ആകർഷണീയമായ ശബ്ദം. അദ്ദേഹത്തിന്റെ സബൂർ പാരായണം കേട്ട് ചുറ്റുപാടുകൾ പോലും നിശ്ചലമായി കാതോർക്കാറുണ്ടായിരുന്നു. ആ രൂപത്തിലുള്ള ഒരു ശബ്ദമാധുര്യം നൽകപ്പെട്ട മഹാനായ പ്രവാചകനായിരുന്നു. അതുപോലെ ഒട്ടേറെ ഗുണങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്ന് ഈ സൂറത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. വേറെ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. وسخرنا مع داود الجبال يسبحن والطير എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു. ദാവൂദിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു, ദാവൂദിന് നാം പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു. എങ്ങനെയാണ് അതിന്റെ രൂപമെന്ന് അല്ലാഹു ആലം. പർവ്വതങ്ങൾ അദ്ദേഹത്തോട് ചേർന്ന് തസ്ബീഹ് ചൊല്ലുന്ന ഒരവസ്ഥ. വത്തൈർ, പക്ഷികളും പർവ്വതങ്ങളുമൊക്കെ അദ്ദേഹത്തോട് ചേർന്ന് തസ്ബീഹ് ചൊല്ലുന്ന, അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഒരവസ്ഥ. അതിന്റെ രൂപഭാവങ്ങൾ അത് പറഞ്ഞ അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത അലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ നാം അദ്ദേഹത്തിന് വളരെ ലളിതമാക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ കൈക്കരുത്തിൽ ഒതുങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ കരവലയത്തിനുള്ളിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരകൗശല വൈദഗ്ധ്യത്തിൽ
ഇരുമ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിഷ്പ്രയാസം അദ്ദേഹം പടയങ്കികളും വലിയ പാത്രങ്ങളും അതുപോലെയുള്ള മറ്റു ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും അല്ലാത്തതുമൊക്കെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് നിർമ്മിക്കാൻ മാത്രം കാരിരുമ്പുകളെപ്പോലും അദ്ദേഹത്തിന് അള്ളാഹു മയപ്പെടുത്തി കൊടുത്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന് വലിയ ശക്തമായ അധികാരമാണ് നാം നൽകിയത്. അതാണ് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത്, വലിയ പവറുള്ള, വല്ലാത്ത കൈകളുള്ള, വലിയ കരുത്തുള്ള നമ്മുടെ അടിമയായ ദാവൂദിനെ നീ ഓർക്കുക എന്നല്ലാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നു. വഅതൈനാഹുൽ ഹിക്മത, നല്ല തത്വജ്ഞാനങ്ങൾ അദ്ദേഹത്തിന് നാം നൽകി. വഫസ്ലൽ ഖിതാബ്, നല്ല ഭാഷണ ചാതുരി, അദ്ദേഹം സംസാരിച്ചാൽ കേട്ടുനിൽക്കും ജനങ്ങൾ. അത്രയും വലിയ സംഭാഷണത്തിനുള്ള കഴിവ്, അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ നിലക്കുള്ള സംസാര വൈഭവവുമൊക്കെ ഇതിലൂടെ അല്ലാഹു തആല എടുത്തു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ കിട്ടിയിരുന്ന മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം. സാധാരണ മനുഷ്യർക്ക് ഒരുപാട് നിഅമത്തുകൾ കിട്ടിയാൽ മനുഷ്യൻ അതിന്റെയൊക്കെ പേരിൽ വലിപ്പം വെക്കാറാണ് പതിവുള്ളത്, അതിന്റെയൊക്കെ പേരിൽ അഹങ്കരിക്കാറാണ് പതിവുള്ളത്. അല്ലാഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയ മറ്റാർക്കും നൽകാത്ത ആധിപത്യങ്ങളും ഒട്ടേറെ ഗുണങ്ങളും മാഹാത്മ്യങ്ങളും അമാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ സംഭവിച്ചതുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നിട്ടും ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന വളരെ വിനീതനായ ഒരു അടിമയായിരുന്നു എന്നാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിലൊക്കെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരവുമൊക്കെയാണ് ഏറെ പ്രിയങ്കരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ് കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമാ. അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും പ്രിയങ്കരമായ വ്രതാനുഷ്ഠാനം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വ്രതാനുഷ്ഠാനമായിരുന്നു. കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമാ. ഒരു ദിവസം നോമ്പാണെങ്കിൽ ഒരു ദിവസം നോമ്പില്ല, ഒന്നിടവിട്ട് നോമ്പെടുത്തിരുന്ന മഹാനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ രാത്രികളിൽ ദീർഘനേരം നമസ്കരിക്കുകയും എന്നാൽ ഉറക്കത്തോട് മാറി നിൽക്കാതെ ശാരീരികമായി നിർവഹിക്കേണ്ടുന്ന ഉറക്കം നിർവഹിച്ച് അതോടൊപ്പം ഏറെ രാത്രിയിൽ നമസ്കരിക്കുകയും ചെയ്യും. അതുപോലെ ഉറങ്ങുകയും ചെയ്യും. ഉറങ്ങും എഴുന്നേൽക്കും, ഉറങ്ങും എഴുന്നേൽക്കും. ആ നിലക്ക് നമസ്കാരത്തിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ആ ഇബാദത്ത് അല്ലാഹുവിങ്കലേക്ക് പ്രത്യേകം പ്രിയങ്കരമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രത്തോളം വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയ ആ പ്രവാചകൻ എപ്പോഴും ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാക്കിഅൻ വഅനാബ്, അദ്ദേഹം എപ്പോഴും റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തും, റുകൂഉകൾ അധികരിപ്പിക്കും. എപ്പോഴും റുകൂഇലും സുജൂദിലും ഖേദപ്രകടനത്തിലും തൗബയിലുമായിക്കൊണ്ട് അദ്ദേഹം കഴിച്ചുകൂട്ടിയിരുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇത്രത്തോളം വലിയ പ്രാധാന്യം, ഒരുപാട് മഹത്വങ്ങൾ കിട്ടിയിട്ടും അഹങ്കരിക്കാതെ കൂടുതൽ അള്ളാഹുവിലേക്ക് വിനയാന്വിതനായ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് റബ്ബിന്റെ യഥാർത്ഥ വിനയപ്പെട്ട ഒരു ദാസനായി കഴിച്ചുകൂട്ടാനാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ശ്രമിച്ചത് എന്ന പാഠം ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹു ഇതിലൂടെ അറിയിച്ചു തന്നിരിക്കുകയാണ്. രണ്ടാമത് ആ സൂറത്തിൽ പരിചയപ്പെടുത്തുന്നത് സ്വന്തം മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയാണ്. ദാവൂദിന് നാം സുലൈമാനെ മകനായി നൽകി എന്ന് അല്ലാഹു തആല പറയുന്നത്. ബാപ്പയെ പോലെ തന്നെ പ്രവാചകനായിരുന്നു മകനും, ബാപ്പയെ പോലെ തന്നെ വലിയ രാജാധികാരത്തിന്റെ ഉടമയായിരുന്നു മകനും. ബാപ്പയും മകനും രാജാക്കന്മാരും പ്രവാചകന്മാരുമായി ചരിത്രത്തിലുള്ള രണ്ട് പ്രവാചകന്മാരാണ് ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും. അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. പക്ഷികളുടെ സംസാരം മനസ്സിലാക്കുവാൻ കഴിവ് നൽകപ്പെട്ട പ്രവാചകനായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ സൈന്യങ്ങളുടെ കൂട്ടത്തിൽ പക്ഷികളുണ്ടായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം വിവരങ്ങൾ അറിയാനും വിവരങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടി പക്ഷികളെ അയക്കാറുണ്ടെന്നും ആ പക്ഷികളിലെ പക്ഷിസേനാ വ്യൂഹത്തിലെ കമാൻഡറായിരുന്നു ഹുദ്ഹുദ് എന്ന പേരിലുള്ളവരും മരക്കൊത്തിപ്പക്ഷി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യമനിലെ സബയിലെ രാജ്യം ഭരിച്ചിരുന്ന രാജ്ഞിയുടെ വിവരങ്ങളുമായി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പറന്നെത്തിയത്
അദ്ദേഹത്തിന്റെ പക്ഷിവ്യൂഹത്തിലെ കമാൻഡറായിരുന്ന ഹുദ്ഹുദ് എന്ന പക്ഷിയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷികളുടെ സംസാരം വളരെ ലളിതമായി സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടു, മനസ്സിലാക്കി, അങ്ങോട്ടും സംസാരിച്ചു. ഉറുമ്പിന്റെ സംസാരം വരെ കേട്ട് മനസ്സിലാക്കിയ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹം നടന്നു പോകുമ്പോൾ ഉറുമ്പുകൾ വരിവരിയായി ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുന്ന ആ അവസരത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമും പട്ടാളവും പുറത്തേക്കിറങ്ങി നടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഉറുമ്പുകളുടെ നേതാവ് കുഞ്ഞുറുമ്പുകളോട് വിളിച്ചു പറഞ്ഞ ഭാഗം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യത്തുഹൻ നംല് ഉദ്ഖുലൂ മസാകിനകും ലാ യഅ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഓ ഉറുമ്പ് സമൂഹമേ, എല്ലാവരും മാളങ്ങളിലേക്ക് പ്രവേശിച്ചോളൂ, സുലൈമാനും പട്ടാളവും വരുന്നുണ്ട്. അവരറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഉറുമ്പുകളുടെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ആ ഉറുമ്പുകൾ പറയുന്നത് ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. അറിഞ്ഞുകൊണ്ട് ചെയ്യൂല, അറിയാതെയൊക്കെ അവരുടെ ചവിട്ടിൽ നിങ്ങൾ കൊണ്ടാൽ അപകടമാണ്. അതുകൊണ്ട് ഉറുമ്പുകളെ മാളങ്ങളിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് വലിയ ഉറുമ്പ് കുഞ്ഞുറുമ്പുകളോട്, അനുയായികളോട് പറയുന്ന വാർത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടു എന്നാണ് ഖുർആൻ പറയുന്നത്. ഫതബസ്സമ ضاحكا من قولها. ആ നംലത്തിന്റെ വലിയ ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ നിലക്ക് അനുഗ്രഹം നൽകപ്പെട്ട മഹനീയ വ്യക്തിത്വം സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തതാണ് കാറ്റിനെ. വസഖർനാ ലഹു റീഹ തജ്രീ ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്. അദ്ദേഹം വിചാരിക്കുന്നിടത്തേക്ക് കാറ്റിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ, കാറ്റിലൂടെ അദ്ദേഹത്തിന് ഇങ്ങനെ സഞ്ചരിക്കാൻ, സൗമ്യമായ നിലയിൽ കാറ്റിങ്ങനെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തപ്പെടുത്തപ്പെട്ട നിലയിൽ അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന നിലക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന നിലക്കൊക്കെ കാറ്റിനെ കൈകാര്യം ചെയ്യാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് തൗഫീഖ് നൽകി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കമാൻഡർമാരുടെ കൂട്ടത്തിൽ പണിയെടുപ്പിക്കാൻ വേണ്ടി മല്ലന്മാരായ ജിന്നുകൾ ഉണ്ടായിരുന്നു, ശൈത്താന്മാരുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വശയാത്തീന കുല്ല ബന്നാഇൻ വഗവാസ് വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു, പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ സൈന്യങ്ങളിൽ, സേനാവ്യൂഹങ്ങളിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ശക്തന്മാരായ ജിന്നുകൾ. ആരൊക്കെയായിരുന്നു? കുല്ല ബന്നായിൻ, വലിയ വലിയ നിർമ്മാണങ്ങൾ, മനുഷ്യരെ കൊണ്ട് നിർമ്മിക്കാനാവാത്ത വൻ സൗധങ്ങൾ നിർമ്മിക്കുവാൻ പ്രാവീണ്യമുള്ള ആ നിലക്കുള്ള പിശാചുക്കൾ, ജിന്നുകൾ. വശയാത്തീന കുല്ല ബന്നാ, നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ളവർ. വഗവാസ്, സമുദ്രത്തിന്റെ ആഴിയുടെ അഗാധതകളിൽ പോയിക്കൊണ്ട് മുത്തുവാരി വന്നിരുന്ന ആ നിലക്കുള്ള ഗവ്വാസുകളായ ആളുകൾ. വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, വിലങ്ങുകളിട്ട് പൂട്ടപ്പെട്ട നിലയിൽ എന്തും പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന നിലക്കു ചങ്ങലകളിൽ ബന്ധിതരായ നിലയിലുള്ള വേറെ കുറെ ശൈത്താന്മാരും. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് മറ്റുള്ളവർക്കാർക്കും നൽകിയിട്ടില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുണപാഠം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും. ഇതൊക്കെ കിട്ടിയ മഹാനായ രാജാവ് പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അഹങ്കരിച്ചില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയം കാണിച്ച് ഈ വക അനുഗ്രഹങ്ങളൊക്കെ തനിക്ക് കിട്ടിയല്ലോ എന്ന നിലക്ക് അഹങ്കാരം കാണിക്കാതെ കൂടുതൽ വിനയാന്വിതനായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. വഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു. സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്തിൽ കാണാം. وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മഹാനവറുകൾ പ്രാർത്ഥിച്ചു, റബ്ബി, എന്റെ രക്ഷിതാവേ, ഔസിഇനി, നീ എനിക്ക് പ്രദാനം ചെയ്യണേ, നീ എനിക്ക് കഴിവ് നൽകണേ. അൻഅശ്കുറ നിഅമതകല്ലതീ അൻഅംത അലയ്യ, എന്റെ മേൽ നീ ചൊരിഞ്ഞു തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ നന്ദിയുള്ളവനാകാൻ. ഞാൻ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. എനിക്ക് നീ ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ കൂടി നന്ദി എനിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിയാൻ വേണ്ടി നീ എനിക്ക് തൗഫീക്ക് തരണം. എനിക്ക് മാത്രമല്ല നീ അനുഗ്രഹം ചെയ്തത്, വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും
ദാവൂദ് നബി അലൈഹിസ്സലാം ആ മാതാപിതാക്കൾക്കും നീ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ നീ അതിനൊക്കെ ശുക്ർ ചെയ്യാൻ. സ്വന്തം കാര്യം പറയുമ്പോ വാപ്പാടി ഇമ്മാടിയും കാര്യം മറക്കണ്ട. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ്, ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരുടെയും മനസ്സ് നല്ലവരായ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സത്യവിശ്വാസികൾ പകർത്തേണ്ടുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല. റബ്ബി ഗഫിർലി വലി വാലിദയ്യ, അല്ലാഹുവേ എന്നോട് പൊറുക്കണം, എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണം. ഇന്നും പത്രത്തിൽ വായിച്ചു, മുസ്ലിം സമുദായത്തിൽ പറന്ന ഒരു കുടുംബത്തിലെ ഏതാനും വ്യക്തികൾ ചെയ്ത മനസ്സിനെ ഉരുക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ പത്രത്തിലും വായിച്ചു. ഒരു മമ്മദാലിയുടെ കഥ. മുസ്ലിമാണ്, 5 ആൺമക്കൾക്ക് ജന്മം നൽകിയ ഒരു ഉപ്പയാണ്. കടത്തിണ്ണയിലായിരുന്നു അത്രേ ഉറക്കം. ആരാരും സംരക്ഷിക്കാനില്ലാതെ നല്ല ആരോഗ്യമുള്ള 4 മക്കൾ ജീവിച്ചിരുന്നിട്ടും ബാപ്പയെ വേണ്ടാതെ, ബാപ്പ ആരുടെയും തുണയില്ലാതെ കടവരാന്തയിൽ ഉറങ്ങി ക്ഷീണിതനായി കണ്ണു കാണാതെ മനോരോഗത്തിന് പോലും അടിമപ്പെട്ട ഒരു ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു ഉപ്പ. ആ ഉപ്പയെ പൊതുസമൂഹത്തിലെ ഏതാനും പ്രവർത്തകർ ചേർന്ന് അവരുടെ വീടുകളിലേക്ക്, സദനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നത്തെ പത്രങ്ങൾ. പ്രിയ സഹോദരന്മാരെ, മക്കളെ, എന്ത് പറ്റി നമ്മുടെ സമുദായത്തിന് പോലും, എന്ത് പറ്റി നമ്മുടെ സമുദായത്തിന് പോലും? പ്രായം ചെന്ന നിന്റെ മാതാപിതാക്കൾ നിന്നോട് എന്ത് തന്നെ പറഞ്ഞാലും ചേർന്നൊരു വാക്കുപോലും വെറുപ്പിന്റെ ഏറ്റവും താണവതിയിലുള്ള നിസ്സാരമായ ഒരു പ്രതികരണം പോലും ഉപ്പയുടെ മുഖത്ത് നോക്കി, ഉമ്മയുടെ മുഖത്ത് നോക്കി പറയല്ല മക്കളെ എന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായത്തിലെ 4-5 ആൺമക്കളുണ്ടായിട്ട് വൃദ്ധനായ പിതാവിന് ഉറങ്ങാൻ റോഡും കടത്തിന്റെയും അത് രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കും അഭയം പ്രാപിക്കേണ്ടി വന്നുവെങ്കിൽ ഈ സമുദായത്തിലെ മക്കൾക്ക് എന്തു പറ്റി? നമുക്കെന്തു പറ്റി? റബ്ബ് വിടുമോ? ഇല്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ധാരാളക്കണക്കിന് നിഅമത്തുകൾ കിട്ടിയപ്പോഴും ബാപ്പയെ മറന്നിട്ടില്ല, ഉമ്മയെ മറന്നിട്ടില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ചെയ്തിരുന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ തൗഫീക്ക് നൽകണം. ഞങ്ങൾക്ക് മാത്രമല്ല, വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ നിനക്ക് നന്ദി ചെയ്യാനുള്ള തൗഫീക്ക് നീ തരണം. വഅന്നഅമല സാലിഹൻ തർദാ, നീ പൊരുത്തപ്പെടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. വഅദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ, നല്ലവരായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്റെ അനുഗ്രഹം മുഖേന, നിന്റെ കാരുണ്യം മുഖേന നീ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന വൻകിട രാജാവ്, വലിയ പ്രവാചകൻ, എല്ലാം തികഞ്ഞയാള്, എല്ലാ അധികാരവും കിട്ടിയിട്ടുള്ള ആള്, അല്ലാഹു അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സൂറത്ത് സ്വാദിലെ 30-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, എത്ര നല്ല അടിമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വളരെയേറെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നയാളായിരുന്നു. തിന്മ ചെയ്തിട്ടല്ല അതൊന്നും. ആൺമാരായ പ്രവാചകന്മാരൊന്നും പാപം ചെയ്തിട്ടല്ല, എന്നാലും അവരിങ്ങനെ വാബുകളായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ഇനി ഖുർആനിലൽപ്പം വളരെ ശ്രദ്ധേയമായ നിലയ്ക്ക് തന്നെ ആ സൂറത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു പ്രവാചകനാണ്, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ, ശാരീരികമായി നല്ല ആരോഗ്യം കിട്ടിയ പ്രവാചകനാണ്, സമ്പത്ത് ധാരാളമായി നൽകപ്പെട്ട പ്രവാചകനാണ്, ധാരാളം മക്കൾ നൽകപ്പെട്ട പ്രവാചകനാണ്. ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകപ്പെട്ട കാലത്ത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അതുകൊണ്ടൊക്കെ അല്ലാഹുവിന് ധാരാളമായി ശുക്ർ ചെയ്ത് ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ സഹനം ഒന്നുകൂടി പരീക്ഷിക്കാൻ വേണ്ടി പടച്ച റബ്ബ് അദ്ദേഹത്തിന് അതിന്റെ ശേഷം ഒന്നിനു പിറകെ മറ്റൊന്നെന്ന നിലക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ ധാരാളമായി കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, മക്കൾ മരിച്ചു തീരുന്നു, ബന്ധുക്കളിൽ പലരും നഷ്ടപ്പെടുന്നു, ശാരീരികമായി തന്നെ രോഗം ബാധിക്കുന്നു, വേദന സഹിക്കാൻ വയ്യാതെയാകുന്നു. ആ നേരത്തും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പതറിയിട്ടില്ല, ആരോടും സങ്കടം പറഞ്ഞിട്ടില്ല, ക്ഷമകേടിന്റെ വർത്തമാനം പറഞ്ഞിട്ടില്ല, നന്ദികേടിന്റെ വർത്തമാനം പറഞ്ഞിട്ടില്ല. മറിച്ച് ആ നേരത്തും അയ്യൂബ് റബ്ബഹു
റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. പ്രാർത്ഥിക്കാനാണ് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം സമയം കണ്ടത്. അയ്യൂബിനെയും നിങ്ങൾ ഓർക്കണം. തന്റെ രക്ഷിതാവിനെ അദ്ദേഹം വിളിച്ച സന്ദർഭം, അല്ലാഹുവേ എനിക്ക് ആപത്ത് ബാധിച്ചിരിക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, വഅൻത അർഹമുർ റഹീമീൻ, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും അർഹമായ ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ നീ എന്ന്, റബ്ബിൽ നിന്നുള്ള വലിയ സൗഭാഗ്യം എനിക്ക് ഇനിയും കൈവരും എന്ന ഹുസ്നുള്ളന്നോടെ, ശുഭപ്രതീക്ഷയോടെ, സദ്വിചാരത്തോടെ, എനിക്കെന്ത് രോഗം വന്നാലും എന്റെ റബ്ബ് ശിഫ നൽകാതിരിക്കില്ല, എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും അതൊക്കെ എനിക്ക് തിരിച്ചു തരാതിരിക്കില്ല, എനിക്ക് ആരോഗ്യമുള്ള മക്കളെ ഇനിയും തരാതിരിക്കില്ല, എന്റെ സുഹൃത്ത് വലയം എനിക്ക് തിരിച്ചു നൽകപ്പെടാതിരിക്കില്ല. ഇങ്ങനെ നഷ്ടപ്പെട്ടതോർത്തൊന്നും വിലപിച്ച് നിരാശനാവാതെ, ആരോടും സങ്കടം പറഞ്ഞ് നടക്കാതെ, അതിന്റെ പേരിൽ ആരുടെയെങ്കിലും മുമ്പിൽ പോയി വിലപിക്കാതെ, സർവലോക പരിപാലകനായ റബ്ബിന്റെ മുമ്പിൽ വലിയ സ്വാബിറായി സഹനമുള്ളവനായി റബ്ബിനിക്ക് നൽകും നൽകാതിരിക്കില്ല എന്ന ശുഭകരമായ പ്രതീക്ഷയോടെ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അംബിയാ സൂറത്തിലെ 84-ാമത്തെ ആയത്ത്. അല്ലാഹു അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. സങ്കടപ്പെട്ടുകൊണ്ട് പ്രയാസഘട്ടത്തിൽ വിളിച്ചാൽ വിളികേട്ട് ഉത്തരം ചെയ്യുന്നവൻ റബ്ബല്ലാതെ ആരുണ്ട്? അതിനാരോടും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ദുആ കേട്ടു. അദ്ദേഹത്തിനുള്ള വിഷമങ്ങളൊക്കെ നീക്കിക്കൊടുത്തു. അദ്ദേഹത്തിന് നല്ല നല്ല കുടുംബത്തെയും സുഹൃത്തുക്കളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ നമ്മുടെ കാരുണ്യമായി കൊണ്ട് നൽകി. വദിക്റാലിൽ ആബിദീൻ, ഈ നിലക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളരുന്ന ആബിദകൾക്കൊരു ഉത്ബോധനം എന്ന നിലക്കുമാണിതൊക്കെ. അല്ലാഹു അദ്ദേഹത്തിന് രോഗശമനം നൽകി. അത്ഭുതകരമായ നിലക്ക് രോഗശമനം നൽകുകയാണ്. വളരെ പ്രയാസപ്പെട്ട് രോഗിയായിരിക്കുന്ന സമയത്ത് പുറത്തു നിൽക്കെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ഉർകുദ് ബിരിജിലിക ഹാദാ ഉർകുദ് ബിരിജിലിക ഹദാ മുഗ്തസലും ബാരിദും വശറാബ്. സൂറത്ത് സ്വാദ് 42-ാമത്തെ ആയത്ത്. നിന്റെ കാലുകൊണ്ട് നീ ഭൂമിയിൽ കൊട്ടുക. കാല് നിലത്തടിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കതാ അതിൽ നിന്ന് ഹാദാ മുഗ്തസൽ, ഒരു അരുവിൻ പൊട്ടി ഒഴുകുകയാണ്. ബാരിദ്, നല്ല തണുത്ത ശറാബ്, ശുദ്ധജലം. അതിൽ നിന്ന് കുടിക്കാനും കുളിക്കാനും പറഞ്ഞു മഹാനവറുകളോട്. അദ്ദേഹം അത് നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ രോഗമാകെ മാറി. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായി ഒരു പോറലുമേൽക്കാതെ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അത്ഭുതകരമായ അനുഗ്രഹം അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി. എന്തുകൊണ്ട്? അദ്ദേഹം ആരോടും പരാതിപ്പെട്ടില്ല. രോഗിയായപ്പോ ആത്മഹത്യ ചെയ്യാൻ പോയില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളുമായപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരിൽ നിന്നും പ്രയാസം തോന്നിയപ്പോഴും സർവ്വലോക പരിപാലകനായ റബ്ബിലുള്ള തന്റെ തവക്കുലും ഈമാനും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പിടിച്ചു വർഷങ്ങളോളം നിന്നപ്പോ അടച്ചറബ് അദ്ദേഹത്തിന് കരുണ ചെയ്തു കൊടുത്തതാണ് അല്ലാഹു പറയുന്നത്. ഇതിൽ ഒരു പാഠമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗിയായി കിടക്കുമ്പോ ആരോടും പരിഭവം പറയണ്ട, റബ്ബിനോട് മാത്രം പറഞ്ഞാൽ മതി. ഒരടിമകളും ആര് ചോദിച്ചാലും എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണ്ട, എങ്കിലതിന് വലിയ പുണ്യമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇദാ മരിദൽ അബ്ദു ബഅസല്ലാഹു തആല ഇലൈഹി മലക്കൈനി ഫഖാല ഉൻദുറാ മാദാ യഖൂലു ലിവാദിഹി. ഇദാ മരിദൽ അബ്ദു, ഒരടിമ രോഗിയായി കഴിഞ്ഞാൽ ബഅസല്ലാഹു തആല ഇലൈഹി മലക്കൈൻ, അല്ലാഹു ആ രോഗിയുടെ സമീപത്തേക്ക് 2 മലക്കുകളെ പറഞ്ഞേക്കും. എന്നിട്ട് ഫഖാല, അല്ലാഹ് മലക്കുകളോട് പറയും, ഉൻദുറാ മാദാ യഖൂലു ലിവാദിഹി. അയാളെ സന്ദർശിക്കുന്ന സന്ദർശകരോട് ഈ രോഗി എന്താ പറയുന്നതെന്ന് പോയി നോക്കൂ. അല്ലാഹ്ക്കറിയാഞ്ഞിട്ടല്ല, നമ്മെ അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒരു ഉത്ബോധനത്തിലൂടെ അറിയിക്കുകയാണ്. അങ്ങനെ രോഗിയുടെ അടുക്കലേക്ക് സന്ദർശകർ വന്നാൽ ഹമിദല്ലാഹ വാസിനാ അലൈഹി, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോ
പരാതികളുടെ കെട്ടുകളഴിക്കാതെ, നന്ദികേടിന്റെ വർത്തമാനങ്ങൾ പറയാതെ, റബ്ബെന്നെ അവഗണിച്ചല്ലോ എന്ന നിലക്ക് സംസാരിക്കാതെ, എനിക്ക് കഷ്ടപ്പാട് തന്നെയാണല്ലോ എന്ന നിരാശയുടെ വാക്ക് പറയാതെ, ഏതവസ്ഥയിലാണെങ്കിലും ഹമിദല്ലാഹ വസനാ അലൈഹി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുവാനും റബ്ബിനെ വാഴ്ത്തുവാനുമൊക്കെയാണ് ആ രോഗി തയ്യാറാകുന്നതെങ്കിൽ റഫഅ ദാലിക ഇലല്ലാഹി അസ്സ വജല്ല, മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഈ കാര്യം അറിയിക്കുകയാണ്. വഹുവ അഅലം, അല്ല ഇതറിയാഞ്ഞിട്ടല്ല, അത് അല്ല ഭൂമിയിൽ വെച്ചിട്ടുള്ള സംവിധാനം എന്ന നിലക്കാണ് എല്ലാ കാര്യങ്ങളും. ഫയഖൂലു, എന്നിട്ട് അത് കേൾക്കുമ്പോ റബ്ബ് പറയുകയാണ്, അങ്ങനെ എന്നെ സ്തുതിച്ച് പ്രയാസഘട്ടത്തിൽ പോലും നിരാശപ്പെടാതെ, ആത്മഹത്യ ചെയ്യാതെ, ആരോടും പരിഭവം പറയാതെ, നന്ദികേടിന്റെയും ക്ഷമകേടിന്റെയും വർത്തമാനങ്ങൾ പറയാതെ, എല്ലാം എന്നിൽ തവക്കുലാക്കി കഴിച്ചുകൂട്ടുന്ന ആരോഗ്യക്ക് ലിയബ്ദീഹി അലയ്യ, എന്റെ അടിമക്കുണ്ട്, ഇൻ തവഫൈതുഹു, ഞാൻ അവനെ മരിപ്പിക്കുകയാണെങ്കിൽ, അന്നുദ്ഖിലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗത്തിൽ പ്രവേശനം നൽകും. ഈ രോഗത്തിൽ അവനങ്ങ് മരിച്ചാൽ ഞാൻ അവന് സ്വർഗം നൽകും. വഇന്നന ശഫൈതുഹു, ഇനി അതല്ല, ഈ രോഗത്തിൽ നിന്ന് അവന് ഞാൻ ശിഫ നൽകി അനുഗ്രഹിച്ചാൽ, അന്നുബ്ദില ലഹു, ഞാൻ അവന് പകരം കൊടുക്കും, ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി, അവന്റെ മാംസത്തേക്കാൾ ഉത്തമമായ മാംസം അവന്റെ ബോഡിയിൽ നൽകും. വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ ബ്ലഡിനേക്കാൾ ഖൈറായ നല്ല രക്തം അവന് നൽകും. വഅന്നുകഫിറ അൻഹു സയ്യിആതിഹി, അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുദോഷങ്ങളൊക്കെ അവൻ ഈ സഹിച്ചതുകൊണ്ട്, ക്ഷമിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ഞാൻ അവനിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു അറിയിക്കുമെന്ന് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടുത്തെ മുവത്തയിലും ഇമാം ബൈഹഖി അവിടുത്തെ ശഅബുൽ ഈമാനിലുമൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരായ വേറെയും പ്രവാചകന്മാരുടെ സൂചനകൾ, ചരിത്രങ്ങൾ ഈ സൂറത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അല്പം വിശദമായി പറഞ്ഞ 3 പ്രവാചകന്മാരെയാണ് നമ്മൾ എടുത്തുദ്ധരിച്ചത്. ഇതിലൂടെയൊക്കെ നിഅമത്തുകൾ ധാരാളമായി വരുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കാതെ കൂടുതൽ ശുക്ർ മനസ്ഥിതി ഉണ്ടാകണമെന്നും, ആപത്തുകൾ എന്ത് തന്നെ വന്നാലും ഒരിക്കലും ആ നിലക്ക് ക്ഷമകേട് കാണിക്കാതെ സഹിക്കുവാനും ക്ഷമിക്കുവാനും റബ്ബിനെക്കുറിച്ചുള്ള സദ്വിചാരം വെച്ച് പുലർത്തുവാനും എല്ലാം അവരിൽ തവക്കുലാക്കുവാനുമൊക്കെ കഴിഞ്ഞാൽ അതിന്റെ ആഖിബത്ത്, അനന്തരഫലം വളരെ മികച്ച രൂപത്തിലായിരിക്കും, നല്ലതായിരിക്കുമെന്നാണ് മഹാന്മാരായ ഈ 3 പ്രവാചകരിലൂടെ, സംഭവങ്ങളിലൂടെയും സൂറത്ത് സ്വാദ് നമുക്ക് നൽകുന്ന സന്ദേശം. അല്ലാഹു റബ്ബുൽ ആലമീൻ ശുദ്ധ ഗ്രന്ഥ പാരായണം ചെയ്യുമ്പോൾ അതിലെ കഥാകഥനങ്ങളും കൂടി നമുക്ക് പാഠമായി തീരുവാൻ നാം ഏറ്റവും കൂടുതൽ ചിന്തയുള്ളവരാവുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, പഠിക്കുക, ജീവിതത്തെ നന്നാക്കുക, ശുദ്ധീകരിക്കുക. റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഹിദായത്ത് നൽകപ്പെടുന്ന, വെളിച്ചം നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا عباد الله. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തു സ്വാദിൽ അല്ലാഹു തആല പറഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ ഗുണങ്ങളായി ഏതൊരു പ്രവാചകന്മാരെയും ഖുർആൻ പറയുന്നിടത്തൊക്കെ ഒരു പാപങ്ങളും ചെയ്യാത്ത മഹാന്മാരായ പ്രവാചകന്മാരായിരുന്നിട്ട് പോലും അവരൊക്കെയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിരുന്നു. അല്ലാഹുവേ പൊറുക്കണേ എന്നിങ്ങനെയുള്ള ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, ഇങ്ങനെയൊക്കെ പല പ്രവാചകന്മാരുടെയും ദുആകളായി നമുക്ക് ഖുർആനിലും ഹദീസിലുമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഒരു പാപത്തിന്റെ കറ പോലും പുരളാത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമ്മോട് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വഅതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഫിൽ യൗമി, ഒരു ദിവസത്തിൽ തന്നെ അക്സറ മിൻ 70 മറ,
70-ലേറെ തവണ ഞാൻ റബ്ബിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചോദിക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിലാണ് ഹദീസെങ്കിൽ മുസ്ലിമിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് ഫഇന്നീ അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറത്തിൻ. ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ. ഫഇന്നീ അതൂബു ഫിൽ യൗം, ഞാൻ ഒരു ദിവസത്തിൽ ഇലൈഹി റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട് 100 മറത്തിൻ, 100 തവണ. 100 തവണ അള്ളാന്റെ റസൂല് അള്ളാഹിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ 100 തവണ പോയിട്ട് ഒരു തവണ പോലും ഒരു ദിവസത്തിൽ തെറ്റ് അവിടുന്ന് ചെയ്യുന്നില്ല. അള്ളാന്റെ കാവിലുള്ള മഅസൂമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും എന്തെങ്കിലും വന്നു പോയേക്കുമോ, വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു കുറ്റബോധം ആ മഹത്വത്തിന്റെ മനസ്സുകളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പായിട്ട് ഞങ്ങൾ പലപ്പോഴും ഒരു 100 തവണയൊക്കെ ഞങ്ങൾ എണ്ണാറുണ്ട് എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ. റബ്ബേ, നീ എനിക്ക് പൊറുത്തു തരണം, എന്റെ തൗബ സ്വീകരിക്കണം, നീയാണ് ഏറെ പൊറുക്കുന്നവൻ, നീയാണ് ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, നീയാണ് ഏറെ കരുണ ചെയ്യുന്നവൻ എന്നിങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരശേഷം ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് വരെ മര്യാദക്ക് പറയാൻ നമുക്ക് തിരക്കാണ്. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളും പറയാൻ നമുക്ക് തിരക്കാണ്. അതിന് വരെ സമയമില്ല നമുക്ക്. അല്ലാഹുവിന്റെ റസൂല് ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ 100 കണക്കിന് പറയുന്നു. ഒരു പാപവും പറയാത്ത പാപങ്ങളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരാ, നമുക്കതിന് സമയമില്ല പോലും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഖൈറാണ്. ആന്മാരായ പ്രവാചകന്മാര് മുഴുവനും അതേ ഈ മഹാനായ പ്രവാചകനെ കുറിച്ച് ഈ സൂറത്തിൽ തന്നെ കേട്ടില്ലേ, ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഅൻ വഅനാബ്. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം റബ്ബിഗ്ഫിർലി വഹബ്ലി എന്നിങ്ങനെ ഇഗ്ഫിർലി എന്ന് പറയുന്ന പ്രവാചകൻ, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ എന്ന് പറയുന്ന പ്രവാചകൻ, അങ്ങനെ ഏതവസരത്തിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന, പുറത്തു തരണേ അല്ലാഹ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അസ്തഗ്ഫിറുള്ളകൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. പാപങ്ങൾ വരാതിരിക്കാനും വന്നുപോയ പാപങ്ങളിൽ നിന്ന് മോചനത്തിനുമായിക്കൊണ്ട് അത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അതിലൂടെയാകുമ്പോ ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്ത അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. അതെന്താ ഈ ഗ്രന്ഥത്തിന്റെ ഈ സൂറത്തിൽ അവസാനം പറഞ്ഞത്? ഹാദാ ദിക്റുൻ വഇന്നലിൽ മുത്തഖീന വഹുസ്ന മആബ്. അമ്പിയാക്കളുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ സാധു സൂറത്തിന്റെ ചരിത്രങ്ങൾ അവസാനിക്കുന്നിടത്ത് പറഞ്ഞു, ഇതൊരു ഉത്ബോധനമാകുന്നു. ഇന്നലിൽ മുത്തഖീന വഹുസ്ന മആബ്. ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന മുത്തഖീങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനം കിട്ടും. എന്താണ് ആ പര്യവസാനം? ജന്നാത്തി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. തുറന്നു വെക്കപ്പെട്ട വാതിലുകൾ തുറന്നു വെച്ച് വിരുന്നുകാരെ സൽക്കരിക്കാൻ വേണ്ടി കാത്തിരുന്ന് തുറന്നു വെക്കപ്പെട്ട നിലക്കുള്ള ശാശ്വതത്തിന്റെ തോട്ടങ്ങളും സ്വർഗങ്ങളുമാണ് അവർക്ക് നൽകപ്പെടുന്നത്. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ സ്വർഗീയമായ ആരാമങ്ങളിലേക്ക് പ്രവേശനം സിദ്ധിക്കുന്ന മഹാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണമേ നാഥ. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി കൊണ്ട് പലരും രോഗികളാണ്, വീടുകളിലുണ്ട്, ആസ്പത്രികളിലുണ്ട്. ഹാർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, പലവിധ രോഗികളുണ്ട്. അള്ളാഹുവേ, എന്ത് തന്നെ രോഗങ്ങളായാലും ശിഫ നൽകുവാൻ നീ കഴിവുള്ളവനാണ്. നീ അവർക്ക് ഏറ്റവും നല്ലതായ അനന്തരഫലം ആഖിബത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും ഒക്കെ കാത്ത് രക്ഷിക്കണമേ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ മാത്രം നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവിധ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നിന്റെ തുണയും കാവലും നീ ഞങ്ങളിൽ എപ്പോഴും വർഷിക്കണമേ നാഥ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും വിജയവും നല്ല പര്യവസാനവും നൽകിക്കൊണ്ട് നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.